നമസ്കാരം. നമ്മൾ പത്തനംതിട്ട ഭാഗത്തുള്ള കർക്കിടക മാസത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കേട്ടുവല്ലോ. ഇനി നമുക്ക് വെള്ളുവനാടൻ ഭാഗത്തുള്ള കർക്കിടക മാസത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് കേൾക്കാം. ഇത് നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നത് നാറാത്തെ സാവിത്രിയെടുത്തിയാണ്. നമുക്ക് കേൾക്കാം. ഞാൻ നാറാത്ത സാവിത്രി. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പൂർണ്ണേന്ദു ഇതിലേക്ക് കർക്കിടക മാസത്തിനെ കുറിച്ച് പറയാൻ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമുക്ക് വൃത്തി വേഗം വരും. മിഥുനമാസത്തിൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും. അടിച്ചു വാരുക, തളിക്കുക, മുമ്പേയൊക്കെ ചാണകം കൂട്ടി മെഴുകുക ചെയ്യുക. അത് ചകിരി കൊണ്ട് കരി ഉണ്ടാക്കും. എന്നിട്ട് ആ കരി ചാണകത്തിൽ കൂട്ടി കുഴച്ച് അതുകൊണ്ട് പാളാക്കൊണ്ട് വടിച്ച് എല്ലാ സ്ഥലവും മെഴുകും. പിന്നെ വാതിലും ജനലൊക്കെ പാറകത്തിൻ്റെ ഇല ഇട്ടിട്ടാണ് തേച്ച് ചളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുക. അങ്ങനെ മിറ്റും അതെ, പുല്ലൊക്കെ കളഞ്ഞ് ചെത്തിക്കോരി നല്ലോണം വൃത്തിയാക്കി വയ്ക്കും. അങ്ങനെ കർക്കിടക മാസം മിഥുനമാസം 21-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ തേവാരം തുടങ്ങും. കർക്കിടക മാസത്തിലെ പൂക്കുള്ള പൂവ് ചാർത്തലും ഒക്കെ മിഥുനമാസം 21-ാം തീയതി മുതൽ തന്നെ മുമ്പേയൊക്കെ പതിവുണ്ട്. 12 കൂട്ടം ചാർത്തുക. തുമ്പ, കുളത്തിനില, തുളസി, തെച്ചി, പിന്നെ മന്ദാരം, അലരി, അങ്ങനെ കുറേ പൂ, ഒന്ന, എരുക്ക്, ഇതെല്ലാം 12 കൂട്ടം ഉണ്ടാവും എന്നാണ് പറയുക. അങ്ങനെ ധാരാളം പൂവ് ചാർത്തും. അങ്ങനെ തുമ്പപ്പൂവൊക്കെ ചിലപ്പോൾ നാഴിയൊക്കെ അന്ന് പണിക്കാർ ധാരാളം ഉണ്ടാവും, അവർ കൊണ്ടുവന്ന് കൊടുക്കും. മുക്കുറ്റി ചാർത്തും. മുക്കുറ്റി 1000 മുക്കുറ്റിയൊക്കെ ചാർത്തിയായിരുന്നു ചില സ്ഥലങ്ങളിൽ. ഇതിനൊക്കെ പ്രാദേശിക വ്യത്യാസം ഉണ്ടാവും വെച്ചാലും മിക്കവാറും എല്ലാ ദിക്കിലും ഒരുപോലെ തന്നെയാവും. പിന്നെ ഗണോദയം, പിന്നെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ മുമ്പേയൊക്കെ 12 നാളികേരം കൊണ്ട് ഗണോദയമം ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് 4 നാളികേരമായി, പിന്നെ 1 നാളികേരമായി. അങ്ങനെ ഇപ്പം ഇല്ലങ്ങളിലും അത് സാധിക്കാതെ ചിലർ അമ്പലങ്ങളിൽ കൊടുക്കും. അങ്ങനെ എന്നാലും തേവാരത്തിന് ഒരു സ്ഥാനം ഉണ്ട്. അന്ന് ഈ 4 അമ്പലം തൊഴിലൊന്നും ഇത്ര ധാരാളം ഇല്ല. കാരണം ആത്തേമാരോട് മുമ്പ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ തന്നെ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് പോകുന്നല്ലാണ്ട് വളരെ കുറച്ചാണ്. ഗുരുവായൂർക്ക് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോകുള്ളൂ. ഇപ്പം അതല്ല, നമ്മളുടെ ഇഷ്ടം പോലെ അമ്പലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുകൊണ്ട് 4 അമ്പലം തൊഴും. അങ്ങനെ തേവാരത്തിനൊരു വലിയ സ്ഥാനമുണ്ട്. അതുപോലെ പെരുന്തിരുങ്കോൽപ്പന നേദിക്കുക, അതും അതെ. കറുകമാല, പിന്നെ ഈ പൂവ് ചാർത്തൽ ഒക്കെ ധാരാളമുണ്ട്. ദാരിദ്ര്യം ഇല്ലാണ്ടത് ആക്കാൻ. ദാരിദ്ര്യ ദുഃഖദഹനായ നമശിവായ, അങ്ങനെയാണ് പെരുന്തിരുങ്കോൽപ്പന പൂവ് ചാർത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറ്. ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ധാരാളം ഉണ്ടാവണേ. അന്ന് ആത്തേമാരോൾക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഉണ്ണാനും ഉടുക്കാനും ധാരാളം വേണം. അതിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നേ. പിന്നെ നെടുമങ്കല്യവും സന്തതി, ഇതല്ലാണ്ട് വേറൊരു സുഖ സൗകര്യങ്ങളെക്കുറിച്ചൊന്നും ആരും കാര്യമായിട്ട് ചിന്തിച്ചാർന്നില്ല. പിന്നെ 30 ബുധനാഴ്ചയൊക്കെ ആയ അടയുണ്ടാക്കി നേദിക്കും. അതെല്ലാ 30 ബുധനാഴ്ചയ്ക്കും ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. വെള്ളിയാഴ്ച അപ്പം ഉണ്ടാക്കി നേദിക്കും. ഇതൊക്കെ മുമ്പ് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളിച്ചു വന്ന മുക്കുറ്റി ചാന്ത്. പിന്നെ സംക്രാന്തി അന്ന് ചേട്ടയെ കളയുക. അത് ഈ ഒരു കീറമുറത്തിൽ പിന്നെ പൊട്ടിയ കാലം, പിന്നെ ചുവന്ന ഉരുള, കറുത്ത ഉരുള, മഞ്ഞ ഉരുള, അങ്ങനെ ചോറുരുള, മഞ്ഞപ്പൊടി, പിന്നെ ഈ ചുണ്ണാമ്പും മഞ്ഞളും കൂട്ടിയിട്ട് ചുവന്ന ഉരുള, കരി കൂട്ടിയിട്ടുള്ള കറുത്ത ഉരുള ഒക്കെ ഉണ്ടാക്കി അത് വയ്ക്കും. പിന്നെ മുടിക്കെട്ട്, നഖം, അങ്ങനെ അശ്രീകരമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ കാണരുത് എന്ന് വിചാരിക്കുന്ന സാധനങ്ങളാണ് ഇതിലിടുക. കുച്ചിച്ചൂല്, ഇതൊക്കെ ഈ മുറത്തിലിട്ടിട്ട് പിന്നെ പന്തം കൊളുത്തി വയ്ക്കും. ഒരു പിന്നെ കോലുമ്പിൽ
തുണി ചുറ്റിയിട്ട് എണ്ണയിൽ മുക്കി പന്തം കൊളുത്തിയിട്ട് അതും വെക്കും. ഇതൊക്കെ കൂടിയിട്ട് 4 പുറം നടുമുറ്റത്ത് ഒന്ന് പ്രദക്ഷിണം വെച്ച്, അപ്പോൾ അകത്തുള്ളവർ പിന്നെ വിളക്ക് അഷ്ടമംഗല്യമൊക്കെ എടുത്ത് ചേട്ടയ ഭഗവതി പുറത്ത്, ശ്രീ ഭഗവതി അകത്ത്, ചേട്ടയപ്പോ പറഞ്ഞിട്ട് ഇവരെ പുറത്തൊക്കെയാക്കി വാതിലടയ്ക്കും. അങ്ങനെ അപ്പോൾ എണ്ണയൊക്കെ തേക്കാൻ കൊടുക്കുക ആദ്യം തന്നെ ഈ ചേട്ടയെ കളയണവർക്ക്. പിന്നെ അവർ പോയിട്ട് കുളിച്ച് വന്നാൽ അവർക്ക് അവകാശമൊക്കെ ഉണ്ട്. മുമ്പ് അരിയാണ് കൊടുക്കുക. അങ്ങനെ പിന്നെ മുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെ ചേട്ടയെ കളയൽ കഴിഞ്ഞ് പിന്നെ ശിവോതിക്ക് വയ്ക്കുക. ശിവോതിക്ക് വയ്ക്കാൻ കുറിപ്പെട്ടി ഉണ്ടാവും. ഇല്ലെങ്കിൽ അഷ്ടമംഗല്യം വയ്ക്കും. പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കും. അഷ്ടമംഗല്യത്തിൽ പറഞ്ഞാൽ ഉണങ്ങല്ലേരി, പുഴുങ്ങല്ലേരി, നെല്ല്, കണ്ണെഴുത്ത്, ചന്ദനമുട്ടി, അലക്കിയത്, വാൽക്കണ്ണാടി, ഇതൊക്കെ കൂടി വെച്ചിട്ട് പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കും. പിന്നെ കറുകയും ചെറുളയും കറുകമാലയും വയ്ക്കും. ഇതാണ് ശ്രീഭഗവതിക്ക് വയ്ക്കുക. ശ്രീഭഗവതിക്ക് വയ്ക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് ആരെങ്കിലും ഞങ്ങളൊക്കെ മുമ്പ് ആരെങ്കിലും കുട്ടികളാരെങ്കിലും അത് കറുകമാല ചൂടും കുറിയിടുന്ന സ്ഥാനം അവിടെ ഇരുന്നിട്ട് കറുകൊഴിഞ്ഞ് കറുകമാല ചൂടിയിട്ട് പതിവുണ്ട്. അങ്ങനെ കറുകമാലയും വേർകെട്ട് അന്നൊക്കെ ഒന്നരാടൻ കറുകമാല കെട്ടില്ലങ്ങളിൽ. അങ്ങനെ വെച്ചാൽ 2 ദിവസത്തേക്കുള്ള കറുക പറിച്ച് കൊണ്ടുവരും. എല്ലാ പൂക്കളും ഫ്രഷായിട്ടാണ് കൊണ്ടുവരിക. പിന്നെ ഈ സംക്രാന്തിയുടെ അന്ന് വേറൊരു കാര്യമുണ്ട്. പെരേമ്പിൽ കുത്തുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താളിൻ്റെ ഇലയിൽ ഈ ദശപുഷ്പവും താളും എല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് പെരയുടെ മുകളിൽ കുത്തും. അങ്ങനെയാണ് പതിവ്. പിന്നെ വെളിച്ചാകുമ്പോൾ കുറിയിടുമ്പോൾ മുക്കുറ്റി ചാന്ത് തൊടും. പിന്നെ തൊടണത് എന്നേ പറയുള്ളൂ, മൈലാഞ്ചി എന്ന് പറയാറില്ല. മൈലാഞ്ചി അരച്ച് ഇടും 2 കയ്യിൽ. അത് ഒരു പേരിനെങ്കിലും തൊടണം എന്നാണോ പറയുക, ധാരാളം ഇട്ടില്ലെങ്കിലും. പിന്നെ വെള്ളിയാഴ്ച 30 വെള്ളിയാഴ്ച കയ്യിൽ നല്ലോണം മൈലാഞ്ചി ഇടും. പിന്നെ നേദിക്കുക, പിന്നെ നമസ്കരിക്കുക, പിന്നെ അടുപ്പുങ്കണോതി ഇടുക, ഇതൊക്കെ പതിവുണ്ട്. പിന്നെ 30 ഞായറാഴ്ച കഴിഞ്ഞാൽ ഇല്ലം നിറ പതിവുണ്ട്. ഇപ്പം അധികം ഇല്ലങ്ങളിലും പതിവില്ല. നിറകോലം പടിക്കൽ വാലിയക്കാർ കൊണ്ടുവന്ന് വയ്ക്കും. രാവിലെ ആരെങ്കിലും നമ്പൂരാരെ നേദിച്ച് പിന്നെ ഈ നിറകോലം തലയിൽ കൊണ്ടുവരും. ആ സമയത്ത് ഇവർ ആത്തേമാരോട് അഷ്ടമംഗല്യവും വിളക്ക് കൊടുത്തിട്ട് പുറത്താളത്തിൻ്റെ മറത്ത് നിൽക്കും. തലേ ദിവസം തന്നെ വാതിലമ്പിലൊക്കെ ഓടം കൊണ്ട് ഇങ്ങനെ അണിയും. നിലത്തും അതെ വട്ടത്തിൽ അണിഞ്ഞിട്ട് നാളറയത്ത് ആ കതിര് കൊണ്ടുവരണ ഭാഗം മുഴുവനും നമുക്ക് ചവിട്ടാൻ പാകത്തിൽ ഇങ്ങനെ ധാരാളം വട്ടത്തിൽ അണിഞ്ഞു വയ്ക്കും. പിന്നെ നടുമിറ്റത്തും അതെ അണിഞ്ഞ പലകേമ്പിൽ ഈ നിറകോലം കൊണ്ടു വയ്ക്കും. അടയും ഒക്കെ ധാരാളം ഉണ്ടാക്കിയിട്ട് അടയുണ്ടാക്കി അടയൊക്കെ നേദിക്കും. അടയും പഴവും ഒക്കെ നേദിച്ച് നിറ കഴിഞ്ഞാൽ ഈ അട വടുക്കണിയിൽ, പിന്നെ കിഴക്കണിയിൽ, തെക്കണിയിൽ, മച്ചിൽ ഒക്കെ ഓരോ അട കൊണ്ടുവയ്ക്കും ഈ അണിഞ്ഞയിൽ. പിന്നെ എല്ലാ അകത്തും പിന്നെ ഈ നെൽക്കതിരുണ്ടാവും. പിന്നെ അതിൽ ഇല്ലി, മാവ്, പേരാല് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊന്നൊക്കെ കുറേശ്ശെടുത്തിട്ട് കൂട്ടിക്കെട്ടി എല്ലാ അകത്തും തൂക്കി കെട്ടി വയ്ക്കും. അങ്ങനെ അങ്ങനെ കർക്കിടം 12-ാം തീയതിയോട് കൂടിയിട്ട് ഗണോദ്യമം ഒക്കെ പിന്നെ സാധാരണത്തെ പോലെയാവും. പക്ഷേ ആത്തേമാരോളുടെ തേവാരം 41 ദിവസം എന്നാണ് പറയുക. അപ്പോൾ ഈ പൂവ് ചാർത്തലും നേദിക്കലും പിന്നെ പെരുന്നാൾ നമസ്കരിക്കുക അങ്ങനെ ഉള്ള ഇതൊക്കെ കർക്കിടമാസം മുഴുവനും ഉണ്ടാവും. മിഥുനമാസം 21-ാം തീയതി തുടങ്ങിയാൽ കർക്കിടമാസം മുഴുവനും അങ്ങനെയാണ് പറയുക. പിന്നെ കർക്കിടമാസത്തിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേളി കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കർക്കിടമാസത്തിൽ, പതിവില്ലല്ലോ. അങ്ങനെ അതോടുകൂടി കർക്കിടം കഴിഞ്ഞോടനോടുകൂടി പിന്നെ കർക്കിടമാസത്തിലെ തിരോണം മുതൽക്ക് ഇല്ലങ്ങളിൽ പൂവിടും. അത് 2 ഭാഗത്ത് നടുമുറ്റത്ത് 2 ഭാഗത്ത് മെഴുകിയിട്ട്
ചില ദിക്കിൽ പൂവാണെങ്കിൽ ചില ദിക്കിൽ മുക്കുറ്റിയാണ് വിൽക്കുക. അങ്ങനെ ഓണക്കാല കർക്കിടക മാസം തിരുവോണം മുതൽക്കേ ഓണം ഇതിനെ വരവേൽക്കാനുള്ള ശ്രമം തുടങ്ങും. പിന്നെ ഓണത്തിരക്കായി. കർക്കിടക മാസത്തെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയൊക്കെ തന്നെ കണ്ടിട്ടും കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ആ അറിവ് വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന പിന്നെ പൂർണ്ണേന്ദുവിന് ഞാൻ എല്ലാ നന്ദി അറിയിക്കണം. സന്തോഷം.